ഹലോ ഗായ്സ്, ഞാൻ അലൻ MTPL. ഞാൻ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഇപ്പോഴും നമ്മൾ ഈ അകത്തിരുന്നല്ല വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാർക്ക് വന്നപ്പോഴത്തേനും ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെളിയിൽ നോക്കിയത് കേട്ടോ. വേറെ തിങ്സ് ഒന്നുമല്ല. പിന്നെ ഈ എൻ്റെ മുഖത്തേക്ക് വെയിലടിക്കുന്നത്, അതുകൊണ്ട് അതൊന്നും തടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കണ്ണാടി വെച്ചതേ ഉള്ളൂ കേട്ടോ. വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം കേരളം മുഴുവൻ വെട്ട് കുത്ത്. കഴിഞ്ഞിടയ്ക്ക് ഒരു ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊല്ലുന്നു. അത് കഴിയുമ്പോഴത്തേനും ഇടുക്കി ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ തൂക്കുവാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളെ കുത്തിക്കൊല്ലുന്നു. പിന്നെ ചായ കിട്ടാത്തതിന് മരുമകളെ അമ്മായിമ്മ കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു. മൊത്തത്തിലൊരു ഒരു ഒരു കൊലപാതക പരമ്പരയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കേരളം മുഴുവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഈ ക്രൈമൊക്കെ നടത്തിയവരുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഐ മീൻ അവരുടെ ഒരു ഏജ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതെല്ലാം ഈ കൊച്ചു പിള്ളേരൊന്നുമല്ല. അപ്പൊ നമ്മൾ കുറച്ചു കാലം മുന്നേ വരെയൊക്കെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ കൊച്ചു പിള്ളേർ, ഐ മീൻ ഈ യങ്ങസ്റ്റ് ആയിട്ടുള്ള ജനറേഷനാണ് കുറച്ചും കൂടി ക്രൈം, MDMA തന്നെ ഇവരൊക്കെ MDMA അടിച്ചിട്ടാ ഈ പ്രായമുള്ളവരൊക്കെ. ഞാനപ്പോൾ ഈ ഒരു സംഭവത്തോടെ ഒരു കാര്യം മനസ്സിലായല്ലോ. അതായത് ക്രൈം റേറ്റ് കൂടുന്നത് ഒരിക്കലും MDMA പിള്ളേർ ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നതുകൊണ്ടോ അല്ല. ക്രൈം അല്ലെങ്കിലും നടക്കും. നടന്നിരിക്കുന്ന ഈ ഒരു അടുപ്പിച്ചുള്ള കുറച്ച് കൊലപാതകങ്ങളുടെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് കുറച്ചും കൂടി ഇതിനകത്തോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ വയലൻസ് എല്ലാ ഗ്രൂപ്പിലും, എല്ലാ ഏജ് ഗ്രൂപ്പിലും വയലൻസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര കൂടുതലാണ്. പൊതുവേ ഉള്ള ഒരു മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാർത്ത, അതായത് ഇപ്പോൾ ഒരു കൊലപാതകം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നു എന്നിരിക്കട്ടെ, അതിനോടനുബന്ധിച്ച് പിന്നീട് നടക്കുന്ന കൊലപാതകങ്ങൾ, പിന്നീട് വരുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഐ മീൻ ഈ നെഗറ്റീവായിട്ടുള്ള ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ നമ്മൾ വാർത്ത നോക്കുന്ന സമയത്ത് എപ്പോഴും കേരളം മുഴുവൻ മൊത്തം കൊലപാതക പരമ്പരയാണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ. കാര്യം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ സംഭവം ഇപ്പം ഈ കത്തി നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല, അത് അല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ ഇപ്പം കത്തി നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇതൊക്കെ എപ്പോഴും നടക്കും. ഒരു ന്യൂസ് പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന ബാക്കി വാർത്തകളൊക്കെ, ഇപ്പോൾ ഒരു മോഷണ വാർത്ത ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിരിക്കട്ടെ, പിന്നീട് നടക്കുന്ന ഒരു മുക്കിൽ നടക്കുന്ന മോഷണം വരെ പിന്നീട് ഭയങ്കരമായിട്ട് വൈറലാക്കപ്പെടും, പിന്നീട് ഭയങ്കരമായിട്ട് ഒരു വാർത്താ പ്രാധാന്യം നേടും. അതുകൊണ്ട് ഇതൊരു ഒരു പുതിയ സംഭവമോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവം അങ്ങനെയൊന്നുമല്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഈ ലോകത്ത് നടക്കുന്നതാണ്. പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു വയലൻസ് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇതുപോലുള്ളൊരു വയലൻസ് കൂടുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ, ആൾക്കാർക്ക് ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഈ ക്ഷമ എന്ന് പറയുന്ന സംഭവം ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര കുറവാണ്. അതായത് ഒരു കാര്യം പെട്ടെന്ന് തന്നെ നേടിയെടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊന്ന് റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവം ആളുകൾക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കിട്ടുക, അല്ലെങ്കിൽ ഒരു സംഭവം കിട്ടിയില്ലെങ്കിൽ അത് കിട്ടാതെ വരുന്ന ആ കാരണത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ആളുകളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ. അതിപ്പം കൊച്ചു പിള്ളേരെന്ന് മാത്രമല്ല, വലിയവരെന്ന് മാത്രമല്ല, ഇപ്പം എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സംഭവമുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോഴത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ഒരു ഇല്ലാത്ത, അല്ലെങ്കിൽ തുടച്ചു നീക്കപ്പെട്ടൊരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ മാർക്കോ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് പറയുമായിരുന്നു, ഐ മീൻ ഈ സിനിമകളിലൂടെ വയലൻസ്, ഐ മീൻ സിനിമകളിലൂടെ ഒരുപാട് വയലൻസ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് എത്തപ്പെടുന്നു എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും മാർക്കോ സിനിമ ഇറങ്ങിയിട്ടാ ഇപ്പോൾ ഈ കേരളത്തിനകത്ത് നടക്കുന്നത് മാർക്കോ സിനിമയുടെ ട്രെയിലറാണ്. ഇതന്നെ മാർക്കോ സിനിമയുടെ ഷൂട്ടിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മൂലയിലും ഓരോ ദിവസം വെച്ച് ഓരോരോ കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സിനിമ വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറഞ്ഞൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു സിനിമയിലൂടെ എന്തും കാണിക്കാം. ഇപ്പം എത്രയോ മോഷണ സിനിമകൾ വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും ബാങ്ക് കുത്തി തുറന്ന് മോഷ്ടിക്കാൻ പോവുക. പിന്നെ ബേസിക്കലി മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ആളുകൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും ഈ എന്റർടൈൻമെന്റ് മീഡിയാസിൽ നമ്മൾ കാണുന്നത്. ഒരു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ആളുകൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ അതിന് കാഴ്ചക്കാർ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അത് എടുക്കുന്നവരും അത് പ്രൊമോട്ട് ചെയ്യുന്നവരും ഒക്കെ വീണ്ടും അത് ഐ മീൻ അതുപോലുള്ള കണ്ടന്റ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം, അതായത് സിനിമ എന്ന് പറയുന്ന മേഖല ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു മാർക്കോ സിനിമ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് എത്രയോ നല്ല സിനിമകൾ ഇറങ്ങി. അങ്ങനെയുള്ള സിനിമകളെ ആരും ഒന്നും പറയത്തുമില്ല. ഇപ്പം മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ വന്നു, അതിന്റെ ബേസിസിൽ ഇപ്പോൾ കുറെ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഇതുപോലുള്ള ഒരുപാട് കൊലപാതക കേസുകളൊക്കെ വന്നു. അപ്പൊ ഈ സമയത്ത് മാർക്കോ പോലെ മറ്റൊരു സിനിമ വന്നിരുന്നെങ്കിൽ ആളുകൾ പറയും, ആ സിനിമയുടെ സ്വാധീനത്തിലൂടെയാണ് ഇത്രയും അധികം കൊലപാതകം നടന്നിരുന്നതെന്ന് പറയും. അപ്പം ഇതൊക്കെ എല്ലാ കാലത്തും ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലത്തൊക്കെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷമ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ടല്ലോ, അത് ആളുകളിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇഞ്ചെക്ട് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ പിള്ളേരിലേക്കൊക്കെ ആണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ആണെങ്കിലും ഈ ക്ഷമ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നതിനും വരെ കുറച്ചൊന്ന് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഉണ്ടാവണം. അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നത് കൊണ്ടും ഇതുപോലുള്ള വാർത്തകൾ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടുമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന എന്റർടൈൻമെന്റ് മീഡിയാസിൽ മുഴുവൻ ഇതുപോലുള്ള വാർത്തകൾ നമ്മളിപ്പം കാണുന്നത്. അപ്പോൾ ഈ നടക്കുന്ന വാർത്തകളെ പറ്റിയൊക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള എന്താ പറയുക, ഇതുപോലുള്ള കൊലപാതകങ്ങളും അതുപോലെ കൂടി വരുന്നുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ എഴുതുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.